എന്നുള്ളതാട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റി. അടിപൊളി പത്തിരി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സറിഞ്ഞ് ഞാൻ പറയുന്നതാണ്. കാരണം അവർക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അവരെ സങ്കടം നമുക്ക് കാണണ്ടല്ലോ. അവരിങ്ങനെ നന്നായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കണേ, അല്ലാതെ ഒരാളെ ചതിച്ചോ പറ്റിച്ചോ വഞ്ചിച്ചോ ഒന്നും ഉണ്ടാക്കണമല്ല. അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നുള്ള രീതി അങ്ങ് മാറ്റിവെച്ച് ഞാൻ തകർന്നു പോയാൽ എനിക്ക് മാത്രമേ വേദനിക്കൂ എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാട്ടോ. പിന്നെ 2 ദിവസം തിന്നാനും കുടിക്കാനൊന്നും വേണ്ട, അങ്ങനെ അത്രയും തന്നെ ആലോചിച്ച് സങ്കടപ്പെട്ട് കണ്ണിൽ വെള്ളം നിറച്ച് നടക്കുന്നത്. ഞാൻ പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ അടുത്തുള്ളൊരു കുറച്ച് വയസ്സായ ഒരു ബ്രോക്കർ വിളിച്ചിട്ട് പറഞ്ഞു. ഇത് ഞാനിവിടെ വീണ്ടും വീണ്ടും എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ലൈഫ് എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ തള്ളിക്കളയാം. ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പം ഇന്ന് സൺഡേ ആണ്. ഇന്നൊരു ഡൈൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ രാവിലെ എണീറ്റ് കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സൺഡേ മാത്രമേ നമുക്ക് ഡൈൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം വല്ലാത്ത ടൈമൊക്കെ വളരെ ബിസിയാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ ഓണത്തിൻ്റെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു, ഓണത്തിൻ്റെ സദ്യ ഒന്നും കണ്ടില്ല, ഓണത്തിൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്താ പറയുക, ടൈം ഉണ്ടായില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു മൈൻഡ് കൂടി സെറ്റ് ആവണ്ടേ. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ആദ്യം വേണ്ടത് നമ്മളെ മൈൻഡ് അങ്ങ് സെറ്റായി എടുക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇൻഷാ അല്ലാ അടുത്ത വർഷം നോക്കാം. നമ്മളിപ്പോഴത്തെ ബിസിക്ക് പുറമെ പിന്നെ നമ്മളെ വണ്ടി ഡെലിവറിയുടെ ടൈമും കൂടി ആയിരുന്നു കേട്ടോ ഓണത്തിന്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്കും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കാരണമാണ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് സമയം നിച്ചുവിനോട് സംസാരിച്ച് അവൻ്റെ കളിയും ചിരിയൊക്കെ കണ്ട് നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോണതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ കുറച്ച് പത്തിരിക്ക് വാട്ടി വെച്ചിരുന്നു കേട്ടോ, പൊടി വാട്ടി വെച്ചിരുന്നു. അപ്പോൾ ഇനി ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചു. പത്തിരി നല്ല അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പത്തിരി ഉണ്ടാക്കുക എന്നുള്ള ചിന്ത വരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരും എൻ്റെ ഉമ്മ കേട്ടോ. എൻ്റെ ഉമ്മ നല്ല അടിപൊളി പത്തിരി ഉണ്ടാക്കുക, നല്ലതായിട്ട് പരത്തി നല്ല പൊള്ളയൊക്കെ വന്ന് നല്ല അടിപൊളി പത്തിരി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ നമ്മളൊക്കെ വരുമ്പോൾ. ഇപ്പം എന്തായാലും അങ്ങനെയൊന്നും ആരും ഉണ്ടാക്കി തരാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പം ഇന്നൊരു ദിവസം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. റിച്ച് മോൻ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാം. ഇനി കുറച്ച് സമയം നമ്മൾ വീഡിയോക്ക് മുന്നിൽ നിൽക്കേണ്ടതാണല്ലോ. ഡ്രസ്സിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ അത്ര വലിയ പ്രയാസമൊന്നുമില്ല എടുക്കുക നിവർത്തുക, അതിനെക്കുറിച്ച് നമ്മളങ്ങ് സംസാരിക്കുക അത്രയേ ഉള്ളൂ. പക്ഷേ ഡൈൻ മൈ ലൈഫ് അങ്ങനെ അല്ല കേട്ടോ. അത് നമ്മൾ കുറച്ചൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ ചെയ്യാന്നുള്ളത്. ഈ ഒരു ചാനൽ തുടങ്ങിയ അന്ന് മുതലും ഒരുപാട് പോസിറ്റീവ് വരാറുണ്ട്, അതിനേക്കാളും കൂടുതൽ നെഗറ്റീവും വരാറുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും എന്നെ അത്രത്തോളം അങ്ങ് വേദനിപ്പിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഒരു വണ്ടി ഡെലിവറി ചെയ്യണ ഒരു വീഡിയോ ചെയ്തു, അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റുകളുണ്ടല്ലോ, ഒരുപാട് എന്നെ വേദനിപ്പിക്കും ചിന്തിക്കുകയും ചെയ്യിപ്പിച്ചു കേട്ടോ. മറ്റൊരു ലൈഫിൽ എന്തെങ്കിലും ഒരു സന്തോഷം കാണുമ്പോൾ ഞാനൊരിക്കലും അവരെ നിരാശപ്പെടുത്താനോ അവരെ വേദനിപ്പിക്കാനോ പോവാറില്ല കേട്ടോ. ഇതൊരിക്കലും ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രം പറയുന്ന ഡയലോഗല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സറിഞ്ഞ് ഞാൻ പറയുന്നതാണ്. കാരണം അവർക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അവരെ സങ്കടം നമുക്ക് കാണണ്ടല്ലോ, അവരെങ്കിലും നേരെ ആവട്ടെ എന്ന് ചിന്തിക്കാറുള്ളൂ കേട്ടോ. കാരണം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. ഇത്രയും കാലം അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് ടൈമില്ല എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണെന്നറിയോ, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ 24 മണിക്കൂർ എനിക്കുണ്ട്. പക്ഷെ ആ 24 മണിക്കൂറിൽ കുറച്ച് സമയം മാത്രമേ ഞാൻ റെസ്റ്റ് എടുക്കണുള്ളൂ. ബാക്കി സമയം ഫുള്ള് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും അത് നമ്മൾ നന്നായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കണേ, അല്ലാതെ ഒരാളെ ചതിച്ചോ പറ്റിച്ചോ വഞ്ചിച്ചോ ഒന്നും ഉണ്ടാക്കണമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ടെൻഷൻ റിസ്ക്കൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും നമ്മൾ എന്തോരം റിസ്ക് എടുത്തിട്ട് അതൊക്കെ ചെയ്യണത്, എന്നിട്ട് നെഗറ്റീവ് മാത്രം കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാകില്ലേ. നമ്മൾ വിചാരിച്ചാൽ ഈ ലോകത്ത് എന്തും നടക്കും എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഒന്നും ഒരിക്കലും എനിക്കില്ല. പക്ഷേ ക്യാഷ് അത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നുള്ള രീതി അങ്ങ് മാറ്റിവെച്ച് ഞാൻ തകർന്നു പോയാൽ എനിക്ക് മാത്രമേ വേദനിക്കൂ എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായാൽ മതി. ഒരാൾ ദൈവത്തിനോട് ചോദിച്ചത്രേ, അങ്ങയുടെ പുസ്തകത്തിൽ എൻ്റെ വിധി നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഓരോന്ന് ആഗ്രഹിക്കുന്നത് എന്ന്. ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ചില താളുകളിൽ നിൻ്റെ ആഗ്രഹങ്ങൾ പോലെ ആയിരിക്കണം എന്നും എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ പരിശ്രമിക്കണം. താൻ പകുതി ദൈവം പകുതി എന്നല്ലേ പറയുക. അങ്ങനെ നമ്മളെ പത്തിരി പരിപാടിയിൽ നമ്മളെ നിച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രസ്സിൽ നമുക്കിങ്ങനെ അമർത്തി തരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചിൻ്റെ ചീത്തൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ എണ്ണയൊന്നും ആക്കാതെ പൊടിയൊന്നും ഇടാതെ അമർത്തുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചില സമയങ്ങളിലൊക്കെ എൻ്റെ നിന്ന് ചീത്തൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും ചെയ്തു തരാനുള്ളൊരു മനസ്സുണ്ട് കേട്ടോ. ഞാൻ പത്തിരി പ്രസ് എടുത്ത് അപ്പം നിച്ചുമോ വരും കേട്ടോ, ഞാൻ ചെയ്തു തരാം ഉമ്മ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ ചെയ്യണേ, നമ്മൾ നിർബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ചെയ്തു എന്നൊരിക്കലും ഞാൻ പറയാറില്ല, ചെയ്യരുത് എന്നും പറയാറില്ല കേട്ടോ. നമ്മളെ മക്കൾ നമ്മളെ മനസ്സിലാക്കി വളരണം. കാരണം നല്ല ശീലങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. നമ്മളിൽ നിന്ന് വേണം നമ്മളെ മനസ്സിലാക്കാൻ. അങ്ങനെ നമ്മളെ പത്തിരിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പ്രസ്സിൽ മാത്രം കേട്ടോ അമർത്തിയിട്ടുള്ളൂ, നമ്മൾ പരത്തിയിട്ടൊന്നുമില്ല. നന്നായിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു വറുത്തരച്ച ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാവേ. അപ്പോൾ ഈ ചിക്കൻ കറിയൊക്കെ ഇത്രയും സിമ്പിളാവണം എങ്ങനെയാണെന്ന് അറിയോ, ഞാൻ കുറേ തേങ്ങയൊക്കെ ചിരവി വെക്കുമല്ലോ. ഈ ഒരു സവാളയൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അതുപോലെ തേങ്ങയൊക്കെ ചിരവി വെക്കുമ്പോൾ ഒരു 2 തേങ്ങയൊക്കെ എടുത്തിട്ട് ഫുള്ളായിട്ട് ഞാൻ നന്നായിട്ട്
കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകമൊക്കെ ഇട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നന്നായിട്ട് വറുത്ത് ഒരു ബോക്സിലാക്കി അടച്ചു വെക്കും കേട്ടോ. ഞാൻ മടിച്ചാണ് അതുകൊണ്ടാട്ടോ. മടിച്ചതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ ഏതെങ്കിലുമൊക്കെ നട്ടപ്പാതിരൊക്കെ ആയിരിക്കും കയറി വരിക. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് തേങ്ങ കൊണ്ടുവന്ന് ചിരവി അരച്ച് വറുത്ത് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പാടാണല്ലോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് അരച്ച് കഴിക്കൊണ്ട് ഒഴിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളൊരു ജോലിയുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ജോലിയും ചെയ്യണമല്ലോ ജീവിക്കാനല്ല, അല്ലാതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി മാത്രം വീട്ടിലിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈസി ആക്കി വെക്കും കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ കറിയും പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം കഴിക്കണില്ല, അപ്പോൾ ഷീനു കഴിച്ചിട്ട് ഷോപ്പിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഷോപ്പ് അവധിയാണ് കേട്ടോ. എല്ലാ സൺഡേയും നമ്മൾ അവധിയല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നങ്ങ് അവധിയാക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് കുറച്ച് പാക്കിംഗ് ഉണ്ട്, അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് ബസ്സിൽ കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടി പോവുകയാണ് ഷീനു. നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതിലൊരു നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. കുറച്ച് കുടുംബക്കാർ, കുറച്ച് വീട്ടുകാർ, കുറച്ച് പുറത്തുള്ള കാണികൾ, കുറച്ച് നാട്ടുകാർ. നാട്ടുകാരെ ഞാൻ പറയില്ല കേട്ടോ. നാട്ടുകാർ ഒരിക്കലും നമുക്കൊരു ദ്രോഹം ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ, എനിക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒട്ടും മടിക്കാതെ രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയും അത് മലപ്പുറം ജില്ലയാണെന്ന് കേട്ടോ. മറ്റുള്ള ജില്ലക്കാരെ ഞാൻ തരംതാത്തി സംസാരിച്ചതൊന്നുമല്ല കേട്ടോ. എൻ്റെ ഉമ്മ വാപ്പയ്ക്ക് ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ്, ജീവിച്ചതും മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കുടുംബ ബന്ധങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാറുണ്ട് മലപ്പുറം ജില്ലക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, രാവിലെ കുളിച്ചതാ. എന്നാലും നമ്മളൊരു യാത്ര പോവുകയാണല്ലോ എന്ന് വെച്ചൊരു കാക്കക്കുളിയൊക്കെ കുളിച്ചു ഡ്രസ്സൊക്കെ മാറ്റി അതാ ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലത്തിലൂടെ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചാനലിൽ ഫസ്റ്റ് ടൈമൊക്കെ ഞാനിങ്ങനെ ട്രാവൽ ലോഗ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകളാണ് കേട്ടോ. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഫുൾ ടൈം തെണ്ടി നടക്കല്ലേ പണിയെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തെണ്ടി നടക്കലും എൻ്റെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് ശ്വാസം അടക്കി പിടിച്ചിരുന്നാൽ പോരല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് റിലാക്സ് ആവണ്ടേ. നമ്മൾ രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റാൽ നമ്മൾ ക്ഷീണമൊക്കെ മാറി നമ്മൾ വല്ലാണ്ടങ്ങ് ഉഷാറാവില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു പ്രവണത. അതുപോലെയാണ് കേട്ടോ ഓരോ യാത്രകളും നമ്മൾ ടെൻഷൻ ഫ്രീ ആണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ്, അല്ലാണ്ട് കേട്ടറിവ് വെച്ചോ കണ്ടറിവ് വെച്ചോ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. പക്ഷെ പലരും എന്നോട് പറയാറുണ്ട് കേട്ടോ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ്, സത്യമാണെന്ന് പറയാറുണ്ട് കേട്ടോ. അത് കൂട്ടത്തിൽ എൻ്റെ മക്കളും കൂടി എൻ്റെ ഈ വാക്കുകൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട്. അവരുടെ പ്രവൃത്തികളിലൂടെ, അവരുടെ സംസാരത്തിലൂടെ, അവരുടെ സ്നേഹത്തിലൂടെ ഞാനത് മനസ്സിലാക്കാറുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോണിൽ പഴയ കുറേ ഫോട്ടോസ് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നിച്ചുമോൻ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ഫോട്ടോ, നിച്ചുവിനെ ഷിനു എടുത്തിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ. ഇന്നത്തെ നിച്ചുവിൻ്റെ അത്ര പ്രായമായിട്ടില്ല, അന്ന് ഷിനുവിന് കേട്ടോ. അത്രയും ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ്. ഒരു 10 വർഷം മുന്നുള്ള ഫോട്ടോസാണ് കേട്ടോ. നമ്മൾ വർഷങ്ങൾക്ക് മുന്നുള്ള ഓർമ്മകൾ നമുക്ക് വല്ലാത്തൊരു മാധുര്യമാണല്ലേ. കാരണം നിച്ചുമോന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു 1.5 വയസ്സായപ്പോഴാട്ടോ നമ്മൾ ആ രണ്ടാമത്തെ വണ്ടി നമ്മളൊരു വാഗനർ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ചാവി വാങ്ങിക്കുന്ന ഫോട്ടോസാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു സാമ്പത്തികത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് കടങ്ങളും ബാധ്യതകളൊക്കെ വെച്ചാൽ നമ്മൾ തന്നെ അറിയണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളെടുത്തൊരു വണ്ടി എന്ന് വെച്ചാൽ ഒരു അൾട്ടോ ഉണ്ടോ, ഒരു 3 ലക്ഷം രൂപയുടെ ഒരു അൾട്ടോ ആയിരുന്നു. അതൊരു 3 വർഷം നമ്മൾ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തൊരു വണ്ടി ഒരു വാഗനറായിരുന്നു. അതൊരു 5 ലക്ഷം രൂപേൻ്റെ ഉള്ളിലുള്ളതായിരുന്നു. അതൊരു 3 വർഷം അതും യൂസ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തൊരു വണ്ടിയാണ് ബലേനോ, അതൊരു 10 ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിരുന്നു. അതും നമ്മളൊരു 3 വർഷം യൂസ് ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെടുത്തൊരു വണ്ടിയാണ് നെക്സോൺ, അതൊരു 20 ലക്ഷം രൂപേൻ്റെ ഉള്ളിലേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു സാമ്പത്തികത്തിനനുസരിച്ച് മാത്രമാണ് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. കാരണം കൂടുതൽ കടങ്ങളും ബാധ്യതകളും ആക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. അതാക്കി വെച്ചാൽ നമ്മൾ തന്നെ അത് അറിയണമല്ലോ എന്നുള്ള ചിന്ത ഉള്ള കാരണം. നമ്മൾ വണ്ടീൻ്റെ ഡെലിവറി വീഡിയോയിൽ വന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല കേട്ടോ, അവസ്ഥ കൊണ്ട് പറയാം. നമ്മളെല്ലാം ഉള്ളാളും ജീവിച്ചിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നൊരു സമയത്ത് എൻ്റെ കയ്യിൽ ആകെ 10 രൂപേൻ്റെ 3 നോട്ടുകൾ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. 30 രൂപ. അവിടുന്ന് നമ്മൾ ഈ മക്കളെയും കൊണ്ട് ഒരു 1000 രൂപേൻ്റെ ഉള്ളിലുള്ളൊരു വാടക വീട് സംഘടിപ്പിച്ച് അതിലോട്ട് മാറി. അവിടെയാണെങ്കിൽ വാടക കൊടുക്കാനും നമ്മളെ ചിലവ് എല്ലാം കഷ്ടമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇനി പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ഈ വാടക അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഒരു 1.5 സെൻറ്റ് സ്ഥലം നമ്മളൊരു 1.35 ലോണൊക്കെ എടുത്തിട്ടും കടം വാങ്ങിച്ചിട്ടോ ഒരു കുഞ്ഞു ഓടിട്ട വീട് കേട്ടോ. ഒരു കുഞ്ഞു കിച്ചണും ഒരു ചെറിയൊരു ബെഡ്റൂമും അതുപോലെ ഒരു കയറി വരാൻ ചെറിയൊരു കോലായിട്ടോ. അതിൽ മഴ പെയ്താൽ എത്ര വെള്ളം പുറത്ത് പോകണ്ട് എന്ന് ചോദിച്ചാൽ മതി. അല്ലാതെ അത്യാവശ്യ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുമല്ലോ. അതിൽ നമ്മൾ കുറച്ച് കാലമൊക്കെ പട്ടിണിയും പരിവട്ടമൊക്കെ ആയിട്ട് അങ്ങനെ താമസിച്ചു. അപ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിടണില്ല കേട്ടോ. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നടക്കും, നമ്മൾ ജോലി ചെയ്യണം എന്നുള്ളൊരു ചിന്തയ്ക്ക് അപ്പോഴും ഉണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം, നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം എന്നുള്ള ചിന്തയ്ക്ക് അന്നും ഉണ്ട്, ഇന്നത്തെ പോലെ തന്നെ.
ആ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എൻ്റെ ഉമ്മ കരഞ്ഞു പോയി എന്ന് ഞാൻ നമ്മളെ ഹോം ടൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ വീട് നമുക്ക് ലോണൊന്നും അടക്കാൻ പറ്റാത്ത കാരണം വെറും 650-750 രൂപ എങ്ങാനും ഉണ്ടായിരുന്നു കേട്ടോ മാസം അടവ്. പക്ഷെ അതുപോലും അടക്കാൻ പറ്റാഞ്ഞിട്ട് അതും നമ്മൾ വിറ്റു കേട്ടോ. അതൊക്കെ വെച്ചിട്ട് പിന്നെയും കുറച്ച് സമയമൊക്കെ കുറച്ച് മാസങ്ങളൊക്കെ വീണ്ടും നമ്മളിങ്ങനെ വാടകയ്ക്ക് താമസിച്ചു. വീണ്ടും നമ്മൾ കുറേ കടങ്ങളും ലോണൊക്കെ ആയിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം എൻ്റെ നാട്ടിൽ തന്നെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു 10 സെൻറ്റിൽ നമ്മളൊരു കുഞ്ഞു തറ വെച്ചു കേട്ടോ. അന്നെൻ്റെ മോള് ചെറിയ കുട്ടി, അവൾ മദ്രസയിൽ പോകുമ്പോൾ അവളോട് മദ്രസയിൽ നിന്ന് ആരോ ചോദിച്ചത്, നിങ്ങൾ വാപ്പയ്ക്ക് നാടൊന്നുമില്ലേ, നിങ്ങളെന്താ ഉമ്മയുടെ നാട്ടിൽ താമസിക്കണേന്ന് ചോദിച്ചിട്ടോ. അത് അവൾക്ക് ഭയങ്കര കുറച്ചിലായിപ്പോയി. അവളത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ, ഭയങ്കര ഫീലിങ്സ്. അന്നൊക്കെ അങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാട്ടോ. പിന്നെ 2 ദിവസം തിന്നാനും കുടിക്കാനൊന്നും വേണ്ട, അങ്ങനെ അത്രയും തന്നെ ആലോചിച്ച് സങ്കടപ്പെട്ട് കണ്ണിൽ വെള്ളം നിറച്ച് നടക്കണം, അങ്ങനത്തെ ഒരു കാലം കേട്ടോ. പക്ഷേ ഇന്നൊക്കെയാണെന്ന് ഈ പോട്ട പുല്ല എന്ന് വയ്ക്കാനുള്ള മനസ്സ് ഇന്ന് എനിക്കുണ്ട് കേട്ടോ. പക്ഷെ അന്ന് അങ്ങനെ ആയത് കാരണം ഞാൻ പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ അടുത്തുള്ളൊരു കുറച്ച് വയസ്സായൊരു ബ്രോക്കർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ സ്ഥലം കൊടുക്കാം, നിങ്ങൾ ആളുണ്ടെങ്കിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥലം വിറ്റു കേട്ടോ. അത് നല്ല സ്ഥലമായത് കാരണം തന്നെ അത് പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് തന്നെ സ്ഥലം കച്ചവടമായിട്ടോ. അങ്ങനെ വീണ്ടും നമ്മളെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ തന്നെ പോയി. പിന്നെ നമ്മൾ ഒരുപാട് ആവശ്യങ്ങളുള്ള നമ്മളെ കയ്യിൽ കാശിരുന്ന അതെല്ലാം ചിലവായി പോലും. അങ്ങനെ അതെല്ലാം ഇങ്ങോട്ടൊക്കെ വെച്ച് കുറേ ആൾക്കാരൊക്കെ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് പോയിട്ടോ. വീണ്ടും നമ്മൾ ഇവിടുന്ന് കടം വാങ്ങിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു 10 സെൻറ്റ് സ്ഥലം കൂടി അവിടെ വാങ്ങിച്ചു. ആ 10 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ ലോണൊക്കെ എടുത്തിട്ട് ഒരു 750 സ്ക്വയർ ഫീറ്റിൽ ഒരു കുഞ്ഞു വീട് വെച്ചു കേട്ടോ. അത് നമ്മൾ ലോണൊക്കെ എടുത്തിട്ടാണ് വെച്ചിരുന്നു കേട്ടോ. ആ ലോണിൽ നമുക്ക് 2000 സംതിങ് ആയിരുന്നു മാസം അടവ് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊരു അടവ് പോലും എനിക്ക് അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് മാസങ്ങളും വർഷങ്ങളും 4-5 വർഷമൊക്കെ അവിടെ താമസിച്ചു. കാരണം അതിനെക്കുറിച്ചുള്ള കഷ്ടപ്പാടൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായത്. ഇനിയും അതിനെ റിപ്പീറ്റ് ചെയ്ത് ആരെയും ബോറടിപ്പിക്കണില്ല. അങ്ങനെ നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് അതും വിൽക്കേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ അതൊക്കെ വിറ്റു. അന്നും നമ്മൾ പരിശ്രമിക്കുന്നുണ്ടല്ലോ, ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ട് നിൽക്കണില്ല. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ സെയിലും നമുക്ക് പുറത്ത് പോവാതെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ വീടൊക്കെ വിറ്റ് അവിടുന്ന് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു 11 സെൻറ്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റ് വീടും പിന്നെ വാങ്ങിച്ചേട്ടോ. അത് നമ്മൾ ഈ സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം തന്നെയാണ്. പിന്നെ നമ്മളെ ചാനലിൻ്റെ തുടക്കത്തിലൊക്കെ നിങ്ങൾ കണ്ട ആ വീട് 1650 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ വാങ്ങിച്ച ഒരു വീടായിരുന്നു. പിന്നീട് നമുക്ക് കടങ്ങളൊന്നും ആക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ആ വീട് നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു 3000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചതും മറ്റുള്ള എല്ലാ പണികളും നമ്മൾ ചെയ്തതൊക്കെ അതിന് ശേഷമാണ് കേട്ടോ. ഒക്കെ നമുക്ക് കടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വന്നപ്പോൾ മാത്രം ചെയ്തതാണ്. ഇത് ഞാനിവിടെ വീണ്ടും എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും ഇനി എവിടെയെങ്കിലും കിട്ടാനുള്ളതും എല്ലാം കൂടി വാങ്ങിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുകയോ വീട് പണിയെടുക്കുകയൊക്കെ ചെയ്യും. പിന്നീട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ആകെ തകർന്നു പോകും. അങ്ങനെയല്ല, നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് മാത്രം നമ്മൾ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ കടം വാങ്ങിച്ചൊരിക്കലും അപ്ഡേറ്റ് ആവരുത്. എൻ്റെ ഒരു ലൈഫെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ തള്ളിക്കളയാം. പിന്നെ പലരും കണ്ടുവരുന്നൊരു സ്വഭാവമാണ് കേട്ടോ. കാരണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേ അല്ലെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുള്ളതിനേക്കാളും കുറച്ചുകൂടി ഹൈപ്പായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയർ ചെയ്യുക. കാരണം അവിടെ നമുക്കൊരു തകർച്ച പറ്റുമ്പോൾ ഇവർ പറയും, ഓ ഇപ്പോൾ കണ്ടില്ല എന്തായിരുന്നു അഹങ്കാരം, എന്തൊക്കെയായിരുന്നു പറച്ചിൽ, എന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് മറ്റുള്ളവർ ചോദിക്കും. അപ്പം നമ്മൾ അഹങ്കരിക്കാതെ തന്നെ നമുക്ക് അഹങ്കാരം എന്ന് പറയുന്ന ആൾക്കാർക്കിടയിൽ നമ്മൾ എന്തിനു വെറുതെ അതും പറഞ്ഞാൽ അഹങ്കരിക്കണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മളെ സന്തോഷം ആഗ്രഹിക്കുന്നവരായിരിക്കില്ല എല്ലാവരും. പിന്നെ എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതും നടക്കില്ല. ഒരു 25% പേര് പോലും നമ്മളെ സന്തോഷം ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ എല്ലാ കാര്യങ്ങളും വേണ്ടാത്ത ഹൈപ്പ് കൊടുത്ത് നമ്മളുള്ള മനസ്സമാധാനം കളയണത്? ഇതെല്ലാം എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് കേട്ടോ. നിങ്ങൾക്കൊരു പക്ഷേ ഇത് ശരി തോന്നാം അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നാം. പക്ഷേ എൻ്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യണതെല്ലാം. എന്തായാലും നമ്മൾ വന്നത് കുറച്ച് വൈകിയായത് കാരണം തന്നെ നമുക്ക് ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മളെവിടെ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയാലും ലാസ്റ്റ് നമ്മൾ ഈ ഒരു റൂട്ടായിരിക്കും വരിക. ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും കേട്ടോ, എനിക്ക് ഈ ഒരു റൂട്ട് വരുന്നത് ഇഷ്ടമാണെന്ന് തോന്നിയിട്ട് അവരിഷ്ടം കൂടി എനിക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒന്നും അല്ല, ഊട്ടി പോവാതെ എന്ത് യാത്രയാണ്, ഞങ്ങൾക്ക് മൃഗങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ്, നമുക്ക് ആ റൂട്ട് തന്നെ പോകാമെന്ന് പറയും. എവിടൊക്കെ നമ്മൾ പോകണമെന്ന് തീരുമാനിച്ചിറങ്ങിയാലും ലാസ്റ്റ് നമ്മളൊരു വരുന്ന റൂട്ട് എപ്പോഴും തന്നെയായിരിക്കും കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് വൈകിയാണ് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ നല്ല മൃഗങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ആന കാണാനാണ് കേട്ടോ. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എപ്പോഴും ആന കാണാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആനകളെ കാണാൻ പറ്റി, അതുപോലെ കാട്ടുപോത്തിനെ കാണാൻ പറ്റി, കുറേ മൃഗങ്ങളെ കാണാൻ പറ്റി കേട്ടോ. കാരണം എപ്പോഴും വരുമ്പോൾ ഉച്ചയ്ക്കൊന്നും ആണെങ്കിൽ ഇവിടെ അധികം മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും വൈകുന്നേരം ആയത് കാരണം റോഡ് സൈഡിലൊക്കെ ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോലെയല്ല കേട്ടോ, നല്ല അടുത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു പേടി കേട്ടോ. പണ്ടൊക്കെ ഞാൻ മൈസൂരിൽ നമുക്ക് പർച്ചേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂട്ടിയിലൊക്കെയാണ് വരിക, വൈകുന്നേരങ്ങളിലാണ് തിരിച്ചു വരിക കേട്ടോ. രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരിക. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ആനകൾ ഉണ്ടായിരിക്കും. അന്ന് അതിനുള്ളൊരു ബോധമില്ലാഞ്ഞിട്ടാണോ അന്തമില്ലാഞ്ഞിട്ടാണോ അത്ര വലിയ പേടിയൊന്നും അന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ
നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് കേട്ടോ. അടുത്തുനിന്ന് റോഡ് ക്ലോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടി. പിന്നെ കണ്ടോ ഇവരൊരു സ്നേഹപ്രകടനം കണ്ടപ്പോൾ അതിനേക്കാളും പേടിയായി. ഇവറ്റങ്ങളാനും ഇറങ്ങി വരുമോ, നമ്മൾ നേരിക്കെങ്ങാനും വരുമോ എന്നുള്ള ചെറിയൊരു പേടി കേട്ടോ. വലിയ പേടിയും ഉണ്ടായിരുന്നു. എന്നാലും ഒരുപാട് ആനകളൊക്കെ കാണാൻ പറ്റി എന്നുള്ളിടത്തോളം എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ഒരു വരവ് വെറുതെ ആയില്ല. അങ്ങനെ നമ്മൾ മടക്കത്തിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. ഇപ്പം നമ്മൾ മടങ്ങിയാൽ തന്നെ നമ്മൾ നാട്ടിലെത്തുമ്പോഴത്തേന് ഏകദേശം ഒരു 12:30-1 മണിയൊക്കെ ആവും കേട്ടോ. അത് പറയാൻ കാരണം നമ്മളങ്ങനെ ഒരുപാട് ഓവർ സ്പീഡിലൊന്നും പോകില്ല കേട്ടോ. സാവധാനം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സംസാരിച്ച് അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തേ പോവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെ ഇനി കുറേ സമയം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 12:30-1 മണിയൊക്കെ ആവും കേട്ടോ. ഈ ഒരു റൂട്ട് വരുമ്പോൾ നമ്മൾ ചായ, സ്നാക്സ്, ബേക്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ കഴിക്കുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മളവിടെ എത്തിയിട്ട് തന്നെ കഴിക്കുള്ളൂ കേട്ടോ. ഗൂഡല്ലൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഫുഡൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഇനി നെഗറ്റീവ് പറയുമ്പോൾ ഇതും കൂടി ഒന്ന് ഓർക്കുക കേട്ടോ. എനിക്കും എല്ലാവരെയും പോലെ വാട്സാപ്പിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാനും ഒരുപാട് സമയം ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കാനും ഒക്കെ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫുൾ ടൈം അങ്ങ് ബിസി ആവുക. നാളെ നമ്മളെ മക്കൾക്ക് വേണ്ടി അവർ നമ്മളെ പോലെ കഷ്ടപ്പെടരുതെന്ന് വെച്ചിട്ട്. അപ്പോൾ നെഗറ്റീവ് പറയുമ്പോൾ ഇതും കൂടി ഒന്ന് ഓർക്കണം കേട്ടോ. അങ്ങനെ കുറച്ചെത്തിയപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ ഒരു ചായയൊക്കെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കാൻ നമ്മളിതാ വഴിക്കടവ് എത്തിയിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ വഴിക്കടവ് വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ നേരെ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയൊക്കെയല്ലോ. താങ്ക് യു.